ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റായ ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ എന്നുള്ളതിൻ്റെ ഒന്നാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 76 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പിക്ചർ നോക്കുക. ഇവിടെ നമുക്കൊരു സ്കെയില്, അതിൻ്റെ മുകളിലായിട്ടൊരു പെൻസിൽ കാണാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് പെൻസിൽ. ഈ പെൻസിലിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്കെയിൽ അവർ കറക്റ്റായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റും. ഇപ്പോൾ നോക്കുക, സ്കെയിൽ എല്ലാവർക്കും പരിചിതമാണ്. ഇതിൽ 0 തൊട്ട് 1 ഇത്രയും പോർഷനെ നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഈ 1 സെൻറ്റിമീറ്റർ തന്നെ നമ്മൾ 10 ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഓരോ പാർട്ടിനെ നമ്മളതിനെ മില്ലിമീറ്റർ ആയിട്ടാണ് പറയുന്നത്. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. ഇനി 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ ആണ് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടം വരെ 6 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ചെറിയ വരകൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും 7 വരെ. അതായത് ഇതിൻ്റെ ടിപ്പ് ഇവിടെ 7ാമത്തത് വരെയാണ് ഉള്ളത്. അപ്പം 6 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും. അപ്പോൾ നമുക്ക് പറയാം ഈ പെൻസിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആൻഡ് 7 മില്ലിമീറ്റർ. 6 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവനും നമ്മൾ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? അപ്പം നമുക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെ 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇവിടം വരെ 6 വരെ അപ്പോൾ എത്ര? 6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വരും? 60 മില്ലിമീറ്റർ. പിന്നെ 7 എണ്ണം കൂടെ ചേരുക. അപ്പോൾ 67 മില്ലിമീറ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഓർക്കുക, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓർക്കണം, നമ്മൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ നോക്കുക, 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ എന്ത് വരും? 7/10 സെൻറ്റിമീറ്റർ അല്ലേ? 1/10 സെൻറ്റിമീറ്റർ ആണ്, അതിനെ നമുക്ക് 7/10 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇനി 7/10 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 0.7, അതായത് 0.7 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ദശാംശ രൂപം എന്ന് പറയുന്നത്. അതായത് 0.7, അതായത് 0.7, 0.7 ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ദശാംശ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 7/10 എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.7, 0.7 സെൻറ്റിമീറ്റർ. അത് നോക്കാനായിട്ട് ഇവിടെ നോക്കുക, ഡിവൈഡഡ് ബൈ നമ്മൾ 10 ആണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 10 കൊണ്ട് 100 കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അതിൽ എത്ര 0 ഉണ്ടോ അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് അത്രയും സംഖ്യകൾ വേണം. അപ്പോൾ ഇവിടെ ഒരു 0 ഉള്ളൂ, അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ 7/10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 0.7 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പം ഈ 7/10 എന്ന് എഴുതിയേക്കുന്ന അതിൻ്റെ ഫ്രാക്ഷൻ രൂപമാണ്, ഫ്രാക്ഷണൽ രൂപം, ഭിന്ന രൂപമാണ്. 0.7 എന്ന് എഴുതിയേക്കുന്ന അതിൻ്റെ ദശാംശ രൂപം, ഡെസിമൽ ഫോമാണ് 0.7 സെൻറ്റിമീറ്റർ. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യം തന്നിട്ട് അതിൻ്റെ ഭിന്ന രൂപവും ദശാംശ രൂപവും ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പെൻസിലിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കാം. 6 സെൻറ്റിമീറ്റർ ആൻഡ് 7 മില്ലിമീറ്റർ ഇതായിരുന്നു അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 സെൻറ്റിമീറ്റർ ആൻഡ് 7 മില്ലിമീറ്റർ എന്നുള്ള എത്ര സെൻറ്റിമീറ്റർ വരും? അപ്പോൾ ഇവിടെ 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 7/10 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം നമുക്ക് എഴുതാം 6 and 7/10 സെൻറ്റിമീറ്റർ. ഇത് സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നും ചെയ്യാത്തത്. 6 and ഇതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാക്കി 7/10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാം 6.7 സെൻറ്റിമീറ്റർ. ഇനി നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്കിത് അത്യാവശ്യമാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അത് മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മില്ലിമീറ്റർ ആണ്. അപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മില്ലിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് നമ്മൾ ഗുണിക്കണം. അപ്പോൾ ഓർക്കുക, മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് 100 കൊണ്ട് ഗുണിക്കുക, സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാക്കാനായിട്ട് 10 കൊണ്ട് ഗുണിക്കുക, മീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാക്കാനായിട്ട് 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എല്ലാം വലുതാണ്. മീറ്റർ ചെറുതിലോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗുണിക്കേണ്ടത്. ഇനി നമ്മൾ തിരിച്ച്, അതായത്
നമ്മൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് വലുതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട്, സെൻറ്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് ചെറുതാണ്, മീറ്റർ വലുതാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് അവിടെ ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ, അതായത് 100 കൊണ്ട് നമ്മൾ ഹരിക്കണം. അതുപോലെ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കാൻ 10 കൊണ്ട് ഹരിക്കണം. ഇനി മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഹരിക്കണം. അതുപോലെ തന്നെ കിലോഗ്രാമിനെ ഗ്രാം, നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കുക. 1 ഗ്രാം ഈക്വൽ ടു 1/1000 കിലോഗ്രാം. അതുപോലെ ലിറ്ററിനെ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പം 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 ലിറ്റർ ആയിരിക്കും. അതായത് മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് പേജ് 76 പ്രോബ്ലംസ്. അപ്പം നമ്മൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനുപയോഗിക്കണം. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ മെഷർമെൻറ്റ്, നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോമും ഡെസിമൽ ഫോമും ആണ് വേണ്ടത്. അതിൻ്റെ യൂണിറ്റൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ മെഷർമെൻറ്റ് ഇതാണ്. 4 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. 4 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. അതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ 4 എന്നുള്ളത് ഓൾറെഡി സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് മില്ലിമീറ്ററിനെയാണ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 4 and 3/10 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ പറഞ്ഞു, ഇനി എൻ്റെ ദശാംശ രൂപമാണ് വേണ്ടത്. 3/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ആണ്. 0.3. അപ്പോൾ നമുക്ക് എഴുതാം 4.3 സെൻറ്റിമീറ്റർ, 4.3 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം 5 മില്ലിമീറ്റർ. അപ്പം ഇതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം 5/10 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഭിന്ന രൂപമാണ് 5/10 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ദശാംശ രൂപം എന്ത് വരും? 0.5 സെൻറ്റിമീറ്റർ, അതായത് 0.5 സെൻറ്റിമീറ്റർ. ഇനി 10 മീറ്ററും 25 സെൻറ്റിമീറ്ററും. അപ്പോൾ അതിനെ മീറ്ററിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 10 എന്നുള്ളത് ഓൾറെഡി മീറ്ററിലാണ്. ഇനി 25 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ടാക്കണം. അപ്പോൾ നോക്കുക, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 10ഉം 25/100 എന്ന് വരും അല്ലേ? 100ൽ 25 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 10 and 25/100 മീറ്റർ. ഇനി 25/100 എന്നുള്ളത് നമ്മൾ ദശാംശ രൂപത്തിൽ വരുമ്പോൾ എന്താ വരുന്നത്? 0.25. അതായത് ഇവിടെ താഴെ 2 0 വരുന്നത്. അപ്പോൾ 25നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എഴുതാം 0.25, അതായത് 10.25 മീറ്റർ. ഇനി 2 കിലോഗ്രാം 125 ഗ്രാം, അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് കിലോഗ്രാമിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി 2 എന്നുള്ളത് കിലോഗ്രാം ആണ്, 125 ഗ്രാം ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 125നെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 2ഉം 125/1000 വരും. അപ്പം 2 and 125/1000 കിലോഗ്രാം. ഇനി ഇതിനെ ദശാംശ രൂപത്തിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ 3 0 ഡിവൈഡഡ് ബൈ 1000 ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദശാംശം കഴിഞ്ഞിട്ട്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നമ്പർ വേണം? 3 നമ്പർ വേണം. അപ്പോൾ നമുക്ക് എഴുതാം 2.125 കിലോഗ്രാം. നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പേഴ്സിനെ 2.125 എന്നൊരിക്കലും പറയത്തില്ല, 2.125 കിലോഗ്രാം അങ്ങനെ പറയാവുള്ളൂ. അടുത്ത ചോദ്യം 16 ലിറ്റർ ആൻഡ് 275 മില്ലി ലിറ്റർ. അതിനെ ലിറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം 16 ഓൾറെഡി ലിറ്ററിലാണ്. അപ്പോൾ ഇതിനെയാണ് ml-നെയാണ് നമ്മൾ ലിറ്ററിലോട്ടാക്കേണ്ടത്. അപ്പോൾ മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 16 and 275 ഡിവൈഡഡ് ബൈ 1000 ലിറ്റർ. ഇനി ഇതിൻ്റെ ദശാംശ രൂപം എന്ത് വരും? 16.275. ഇവിടെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദശാംശം കഴിഞ്ഞ് 3 സംഖ്യ വേണം. അതുകൊണ്ട് നമുക്ക് എഴുതാം 16.275 ലിറ്റർ. അടുത്ത ചോദ്യം 13 ലിറ്റർ ആൻഡ് 225 മില്ലി ലിറ്റർ.
അപ്പോൾ ഇവിടെ നമുക്ക് ലിറ്ററിലോട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും? 13 and 225/1000. 13 എന്നുള്ളത് ഓൾറെഡി ലിറ്ററിലാണ്. അപ്പോൾ 225 മില്ലി ലിറ്റർ ആയതുകൊണ്ട് അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം 13 and 225/1000. പിന്നെ ഇതിൻ്റെ ദശാംശ രൂപം. അപ്പം 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ വേണം? 3 എണ്ണം വേണം. അപ്പോൾ നമുക്ക് എഴുതാം 13.225 ലിറ്റർ. ലാസ്റ്റ് വൺ 325 മില്ലി ലിറ്റർ. അപ്പോൾ ഇവിടെ മില്ലി ലിറ്റർ ആണ്, ലിറ്ററിലോട്ട് ആക്കണം. അപ്പോൾ മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ട് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം 325 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ അതിൻ്റെ ദശാംശ രൂപം എന്ന് പറയുന്നത് എന്ത് വരും? 0.325 ലിറ്റർ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഓൾറെഡി 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ദശാംശം കഴിഞ്ഞ് 3 സംഖ്യ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്ത് 0 പോയിന്റ് എന്ന് ഇടുന്നത്. അപ്പം 0.325 ലിറ്റർ. അപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe, like and share my channel JS Max Corner.